ഹായ് ഹലോ ഫ്രണ്ട്സ്, കൽഹാനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗിന്റെ തമ്പനെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷം, ഓണസദ്യയും നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഓണം ആഘോഷിച്ചത് ഈ വർഷം അവിട്ടം ദിനത്തിലാണ്. തിരുവോണത്തിന് വർക്കിംഗ് ഡേ ആയിരുന്നു. എനിക്ക് അവധിയായിരുന്നു, പക്ഷെ സുനിലേട്ടനും മക്കൾക്കും ഒക്കെ പോണായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ സാറ്റർഡേ അവിട്ടത്തിൻ്റെ അന്നാണ് ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. എന്നാൽ മാത്രമേ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ പങ്കെടുക്കാനും പറ്റൂ. അപ്പോൾ അതുകൊണ്ട് അവിട്ടത്തിനായിരുന്നു സദ്യ ഒരുക്കിയത്. അപ്പോൾ രാവിലെ തന്നെ 5 മണിക്ക് എഴുന്നേറ്റ് കറികളും എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സാമ്പാറാണ്. സാമ്പാറൊക്കെ തിളച്ചു. ഇപ്പോൾ പരിപ്പ് പായസം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 1 കിലോളം പരിപ്പ് എടുത്തിട്ടുണ്ട് പായസം വയ്ക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉരുളിയിൽ പറ്റില്ല. അപ്പോൾ ഈ വലിയ പാത്രത്തിലാണ് നമ്മളിന്ന് പായസം വെച്ചത്. അപ്പോൾ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും ഒക്കെ അതിനകത്തിലേക്ക് വറുത്തിട്ടു. പായസം റെഡിയായി. നമ്മുടെ ഒരുവിധം കുക്കിംഗ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കിച്ചൺ എല്ലാം ക്ലീൻ ചെയ്തു. ഞങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗസ്റ്റിനെയൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റുകൾ ആരാന്ന് കാണാം. നമുക്കൊരു 30 ഗസ്റ്റ്സ് ഉണ്ട് ഇന്ന്. അപ്പോൾ നമ്മുടെ കൺസർവേറ്ററിയിലാണ് സദ്യ വിഭവങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നത്. ഇവിടെയാണ് നമ്മൾ സദ്യ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, എല്ലാം തന്നെ ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. എല്ലാ കറികളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉപ്പേരി, ശർക്കര വരട്ടി, അച്ചാറുകൾ, എല്ലാ കറികളും ഉണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ നമ്മുടെ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റ് എത്തി. ഞങ്ങളുടെ ഫ്രണ്ടാണ് അനുജ. അനുജയും മോനുമാണ് ആദ്യം എത്തിയത്. മോനി ഇവിടെ വന്നപ്പോഴേക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവന് ഓടിക്കളിക്കാൻ ഒത്തിരി സ്ഥലം കിട്ടിയ കാരണം അവനിങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് ഓടുവാണ് അവിടെ. അപ്പോഴേക്കും നമ്മുടെ അടുത്ത ഗസ്റ്റുകളും എത്തി. ഇത് നമ്മുടെ ചേച്ചിയുടെ, ശ്യാമള ചേച്ചിയുടെ ഫാമിലിയാണ്. ചേച്ചിയുടെ മകനും വൈഫും കുട്ടിയും ചേച്ചിയുടെ മകളും അനന്തരവളും എല്ലാവരും ഉണ്ട്. ചേച്ചി ഇല്ല കേട്ടോ ഇപ്രാവശ്യം. ചേച്ചി നാട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത് ഇപ്രാവശ്യം. ഞാൻ നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ കുറച്ച് കളവും ചന്ദനവും ഒക്കെ ചാലിച്ച് വെക്കുവാണ്. ഗസ്റ്റുകൾക്കൊക്കെ തൊടണമെങ്കിൽ തൊടാവല്ലോ എന്ന് വിചാരിച്ച്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശമാണേ, മെയിൻ റോഡായി കാണുന്നത്. ഇപ്പോൾ ഒരു ഏകദേശം 1 മണിയായി. അപ്പോൾ നമ്മൾ സദ്യ വിളമ്പുവാണ്. നമുക്ക് 30 ഗസ്റ്റുകളാണുള്ളത് ഇന്ന്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആദ്യം വന്നവർക്ക് ആദ്യം വിളമ്പുവാണ്. ഓണം തുടങ്ങി ഇങ്ങോട്ട് എല്ലാ ചാനലിലും സദ്യയുടെ കറികളൊക്കെ കണ്ട് എല്ലാവരും മടുത്തിട്ടുണ്ടാവും എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് കറികളൊന്നും കാണിക്കാത്തത്. എന്ത് തന്നെയാണേലും ഓണസദ്യയിലെ സുന്ദരി കറി എന്ന് പറയുന്നത് ബീട്രൂട്ട് പച്ചടി തന്നെയാണല്ലേ. കാണാൻ എന്തൊരു ചന്തവാ. അപ്പോൾ എല്ലാവരും സദ്യ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഓണം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ തറവാട് വീട്ടിലായിരുന്നു താമസം. അപ്പോൾ ആ സമയത്ത് എൻ്റെ അമ്മയുടെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും അവരുടെ ഫാമിലിയും എൻ്റെ കസിൻസും ഒക്കെ ആയിട്ട് ഓണം ഞങ്ങൾ അടിച്ചു പൊളിക്കുമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് ഓണസദ്യ ഉണ്ടാക്കുന്നു, ഓണക്കളി, ഊഞ്ഞാലാട്ടം, അത്തപ്പൂവിടിയിൽ, അങ്ങനെയൊക്കെ നല്ല ആഘോഷമായിരുന്നു. പക്ഷെ ഞങ്ങൾ കസിൻസിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞ് പോയതോടുകൂടി ആ ആഘോഷങ്ങളും ആ ഒത്തുചേരലുകളൊക്കെ അണുകുടുംബങ്ങളിലേക്ക് മാറി. അപ്പോൾ അതിനുശേഷം പിന്നെ ഓണത്തിന് വലിയ കളറൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നാട്ടിൽ ആഘോഷിക്കുമ്പം. പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ സദ്യ കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സുമായിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടി ഇങ്ങനെ ഓണസദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതെനിക്ക് വീണ്ടും ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീലാണ് കിട്ടുന്നത്. ഇപ്പം നമുക്കിവിടെ ഓണാഘോഷം 2-3 ആഘോഷമുണ്ട്. അതായത് നമ്മുടെ അസോസിയേഷൻ്റെ ഒക്കെ ഓണാഘോഷമുണ്ട്. പക്ഷെ ഇത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഓണസദ്യ ഫ്രണ്ട്സൊക്കെ കൂടി നമ്മളെല്ലാവരും കൂടെ കഴിക്കുന്നു. അപ്പോൾ അതിന് ഒരു പ്രത്യേക സന്തോഷമാണ്. ഇന്നലെ മുതൽ തുടങ്ങിയ പ്രിപ്പറേഷൻസ് ആണ്. പച്ചക്കറിയൊക്കെ ഇപ്രാവശ്യത്തെ പച്ചക്കറികൾ മുഴുവൻ നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് കേട്ടോ. വളരെ കുറച്ച് പച്ചക്കറികൾ മാത്രമേ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളൂ. അതായത് ചേന, ചേമ്പ്, മുരിങ്ങയ്ക്ക, ബാക്കി മുഴുവൻ നമ്മുടെ ഗാർഡനിലെ ആയിരുന്നു. ഇത് പ്രിൻസ് ചേച്ചിയും മോളുമാണ്. ചേട്ടൻ കാർ പാർക്ക് ചെയ്യാൻ പോയേക്കുവാണ്. അവർക്ക് ഒരു കുട്ടിയും കൂടെ ഉണ്ട്, ഒരു മോളും കൂടെ.
അവള് മാഞ്ചസ്റ്ററിൽ പഠിക്കുവാണ്, ലോയ്ക്ക് പഠിക്കുവാണ്. അപ്പം അത് കാരണം അവൾക്ക് ഓണത്തിന് എത്താൻ സാധിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഓണത്തിന് ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും ഒരു കുഞ്ഞു വിഷമമുണ്ട്. കാരണം എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ സുനിലേട്ടൻ്റെ അച്ഛനും ഒക്കെ നാട്ടിലാണ്. കഴിഞ്ഞ ഓണത്തിന് അവരിവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഇവിടെയാണ് ഓണം ആഘോഷിച്ചത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ചേച്ചിയും നാട്ടിലാണ്. അപ്പോൾ അവരെയൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക്. ഇത് ഷിജുചേട്ടൻ, പ്രിൻസ് ചേച്ചി മകള്. ഷിജുചേട്ടൻ സുനിലേട്ടൻ്റെ നേവിയിൽ മുതലുള്ള ഫ്രണ്ട്സാണ്. അവർ 19 വയസ്സ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. പ്രിൻസ് ചേച്ചി എൻ്റെ ഫ്രണ്ടും എക്സ് കൊളീഗും ഒക്കെയാണ്. ഇവർ കാരണമാണ് ഞങ്ങൾ കല്യാണം കഴിച്ചേട്ടോ. അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങളെ കല്യാണത്തിൽ കൊണ്ടെത്തിച്ചത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ചിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ അവർ വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് സദ്യ കഴിക്കാൻ പോവാണ്. സുനിലേട്ടന് വേറെ 2 ഫ്രണ്ട്സ് കൂടെ ഉണ്ട്. ഇവർ 4 പേരാണ്, തിക് ഫ്രണ്ട്സ്. അപ്പോൾ അവരും വരുന്നുണ്ട്. അവർ വൈകുന്നേരമേ എത്തുള്ളൂ. അപ്പോൾ അവരെയും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും കാണാം. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോരുത് കേട്ടോ. ഇത് ഞങ്ങളുടെ റിലേറ്റീവ്സ് ആണ്. എൻ്റെ കസിൻ്റെ മകളുടെ ഇൻലോസ് ആണ്. ഇത് അശ്വതി ചേച്ചി കസിനാണ്. കസിനും ചേച്ചിയുടെ ഫാമിലിയാണിത്. ചേച്ചിയുടെ മകള്, മകന്, ചേട്ടൻ, മരുമകൻ ഒക്കെയാണ്. അപ്പോൾ അവർ വന്നപ്പോൾ അവരും സദ്യ കഴിക്കുവാണ്. സദ്യ കഴിഞ്ഞിട്ട് ഗാർഡനിൽ ഞങ്ങളുടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അത് നമ്മുടെ നാട്ടിലെ ബാക്കി കസിൻസിനെയൊക്കെ കാണിച്ച് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടെയൊക്കെ എടുത്തതാണ്. എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഇഞ്ചിയും അച്ചാറും, ഇഞ്ചിക്കറിയും അച്ചാറും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. റെസിപ്പി ചോദിച്ചു. ഞാൻ പറഞ്ഞു ആർക്കും റെസിപ്പി പറഞ്ഞു തരില്ല, എല്ലാവരും പോയി നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റെസിപ്പി യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങളും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്കും കമൻറ്റും ഹൈപ്പും ഒന്നും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. സദ്യ കഴിഞ്ഞ് എല്ലാവരും എൻജോയ്മെൻറ്റിൻ്റെ മൂഡിലാണ്. നമ്മുടെ ഓണാഘോഷങ്ങളൊന്നും ഇവിടെ തീരുന്നില്ല കേട്ടോ. അടുത്ത സൺഡേയിലും പിന്നത്തെ സൺഡേയിലും ഒക്കെ ഞങ്ങൾക്ക് ഇവിടെ ഓണാഘോഷങ്ങളാണ്. അടുത്ത സൺഡേ നമ്മളൊരു 15 ഫ്രണ്ട്സിൻ്റെ ഫാമിലീസ് എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഓണാഘോഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം അച്ഛനും അമ്മയും വന്നപ്പോഴാണേലും ഈ നമ്മുടെ ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ അവർ റിയലി എൻജോയ് ചെയ്തായിരുന്നു. കുറേ വർഷങ്ങൾക്കിപ്പുറം അവർ ഇത്രയും എൻജോയ് ചെയ്ത ഓണം വേറെ ഉണ്ടായിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത്. ഇത് ഞങ്ങളുടെ ഈവനിങ് ഗസ്റ്റ് ആണ്. ഇതും സുനിലേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്. ഷൈൻ ചേട്ടനും ദേവിയും മക്കളുമാണ്. അവർ വെയിൽസിൽ നിന്നും വന്നതാണേ. അപ്പം അതുകൊണ്ട് തന്നെ അവരെത്തിയപ്പോൾ ലേറ്റായി. പക്ഷെ അവർ ഇന്നിവിടെ ഉണ്ടാവും നമ്മുടെ കൂടെ. അവർ നാളെ തിരിച്ചു പോവുള്ളൂ. ലേറ്റായി വന്നതിൻ്റെ എക്സ്ക്യൂസസ് ആണ്. ഇത് സുനിലേട്ടൻ്റെ മറ്റൊരു ഫ്രണ്ട് ബൈചേട്ടനും വൈഫുമാണ്, ജാസ്മിൻ. ഞങ്ങളെല്ലാവരും തന്നെ നേഴ്സസാണ്. അപ്പോൾ ജാസ്മിൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് സദ്യ കഴിക്കാൻ വന്നതാണ്. പകൽ ഉറക്കമായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ്. അവരിപ്പോൾ നാട്ടിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് ഓഫൊന്നും റിക്വസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതവരുടെ കുട്ടികളാണ്. ഇപ്പം പിള്ളേരെല്ലാവരും കൂടെ ഒത്തുകൂടി എല്ലാവരും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞും ഒക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഞങ്ങളുടെ പഴയ കുട്ടിക്കാലമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങൾ കസിൻസൊക്കെ ഇങ്ങനെയായിരുന്നു. ഇതിപ്പം ഓണസദ്യ
അത്താഴം കഴിക്കലാണേ. ഇതിപ്പം ഓണം മൂഡും സദ്യ മൂഡും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും മൊബൈൽ മോഡിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കഴിക്കുവാണ്. അവർ കൂട്ടുകാരെല്ലാം കൂടെ പുറത്ത് വെറുതെ നടക്കാൻ പോയേക്കുവാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളും വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുവാണ്. അവരെല്ലാം എത്തി. ഇതാണ് സുണ്ടേട്ടൻ്റെ 3 ഫ്രണ്ട്സ്. അവർ 3 പേരും നേവി മുതൽ 19 വയസ്സിൽ അവർ നേവി ജോയിൻ ചെയ്തപ്പോൾ മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഒരു 29-30 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണിത്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ ഇപ്പം ഒരുമിച്ചാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. മറ്റേത് അവർ നേവിയിലൊക്കെ ആയിരിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ സ്ഥലത്തേക്കൊക്കെ ട്രാൻസ്ഫർ, എല്ലാവരും കൂടെ ഒരുമിച്ച് കാണത്തില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ഓണത്തിന്, ഓണസദ്യക്ക്. എന്നോട് ബൈച്ചേട്ടൻ പറയുന്നുണ്ട്, പുള്ളി പറയുന്ന ഡയലോഗ് ഒന്നും കട്ട് ചെയ്യില്ല, കട്ട് ചെയ്യാതെ മുഴുവൻ ഇതിനകത്ത് കേൾപ്പിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ഈ വർഷത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ. നല്ല തകർപ്പായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ കൂടിയതിൻ്റെ ഒരു സന്തോഷം. കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സദ്യ ഉണ്ടാക്കിയതിൻ്റെ, പക്ഷേ എന്നാലും അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എല്ലാവരും ഇങ്ങനെ പല സമയത്ത് വന്നത് കാരണം നമുക്കങ്ങനെ ഗെയിമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം അടുത്ത ഓണത്തിന് എല്ലാവർക്കും ഒത്തുകൂടാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫണ്ണായിട്ട് ഗെയിമൊക്കെ അറേഞ്ച് ചെയ്ത് ഓണം ആഘോഷിക്കണം എന്നാണ് ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു, ബൈ.